നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അയോധ്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പലപ്പോഴും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെയും പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും ആരും കാണാത്ത തരത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത് അയോധ്യയിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തന്നെയാണ്. സർക്കാർ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സ്റ്റാമ്പ് ആൻഡ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ പ്രകാരം കാർഷിക മേഖലയിലും പ്രോപ്പർട്ടി സെഗ്മെന്റിലുമുള്ള ഭൂമി ഇടപാടുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു വർഷത്തിനിടെ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ എണ്ണം 40% വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനിടെ നിരക്കുകൾ 400% വർദ്ധിച്ചിരിക്കുന്നത്. അയോധ്യയിലെ സുപ്രധാന വിധി വന്നതിന് ശേഷം, അതായത് 2020 ഓഗസ്റ്റിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അന്ന് മുതലാണ് ഈ ക്ഷേത്ര പരിസരത്ത്, പ്രത്യേകിച്ച് അയോധ്യയിലേക്ക് പുറമേ നിന്നുള്ള ആളുകൾ, ആ സംസ്ഥാനത്തിന് പുറത്തോ അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് പുറത്തോ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായും ഭൂമി വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്തായാലും 2020-2021 സാമ്പത്തിക വർഷത്തിൽ 18,329 വസ്തുവിൽപ്പന കരാറുകളാണ് നഗരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ മാത്രം 115 കോടി രൂപയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിൽ വസ്തു വിൽപ്പനയും വാങ്ങലും അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം 22,183 ഇടപാടുകളാണ്, വിൽപ്പന കരാറുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവഴി 138 കോടി രൂപ വീണ്ടും സർക്കാരിലേക്ക് എത്തുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ മാത്രം 18,887 ഇടപാടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഇത് 25,000 മുതൽ 26,500 വരെ ആകും എന്നുകൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞത് ഒരു ക്ഷേത്രം അവിടെ പണിതത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടാവാനാണ് എന്നുള്ള ചോദ്യമായിരുന്നു അവരൊക്കെ മുന്നോട്ട് വെച്ചത്. അതിനുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ അയോധ്യ ഓരോ ദിവസവും രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.